ഞാൻ വീണ്ടും നമ്മുടെ ഷിഹാബിൻ്റെ അടുത്തുനിന്ന് വരാൻ ഒരു കാരണമുണ്ട്. 1-2 വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽ വിട്ടു. യൂട്യൂബിൽ വന്നതും അല്ലാതെയുമായിട്ട് മാജിക് പ്ലാനറ്റിലെ അമ്മമാർ, ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കുട്ടികളുടെ അമ്മമാർ, എല്ലാവരും ഇല്ല കേട്ടോ, ഒരു 3-4 പേര് അവരുള്ള സമയത്തുള്ള. അതെ, അത് എടുത്തു പറയണം. ഷിഹാബ് അവിടെ വർക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്ന, ഷിഹാബ് അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന അമ്മമാർ, അവരിപ്പോഴും അവിടെ ഉണ്ട്. എത്ര പേരുണ്ട്? 4 പേര്, 5 പേര്? അന്നുള്ള 4 പേരായിരിക്കും. 4 പേര് അല്ലേ? 4 പേര് ഇപ്പോഴും ഉണ്ട്. പക്ഷെ വീഡിയോയില് അന്നുള്ള 3 പേരേ ഉള്ളൂ. 3 പേര്, ഒരാൾ വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ അമ്മമാരെ വീഡിയോ യൂട്യൂബിലും ഉണ്ട്. പിന്നെ അല്ലാതെ വാട്സാപ്പിൽ ഇവർ ഇൻവെസ്റ്റേഴ്സിന് പേഴ്സണലി അയച്ചു കൊടുക്കുന്ന, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് അറിയാൻ വേണ്ടി അയച്ചു കൊടുക്കുന്ന അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ, അതിലൊന്നും ഒരു തെറ്റുമില്ല കേട്ടോ. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്ത് വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ, നോ വറീസ്. കാരണം നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് അവരും പറയുന്നത്. അത് അവരുടെ എക്സ്പീരിയൻസ് പറയുന്നു, ഷിഹാബിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നു, നമ്മളൊക്കെ അത് ഓരോ പെർസ്പെക്റ്റീവിൽ കേൾക്കുന്നു, ആ രീതിയിൽ എടുക്കുന്നു. അതങ്ങനെയാണ്. പക്ഷെ ഞാനിപ്പോൾ ഷിഹാബിൻ്റെ അടുത്ത് എത്താനും ഇത് ചോദിക്കാനും കാരണം, ഷിഹാബ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മുതുകാടിൻ്റെ കേസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ അമ്മമാർ ഷിഹാബിനായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ വർഷങ്ങളായിട്ട് 5-6 വർഷമായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് പോലും ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അന്ന് അനുഭവിച്ച അതേ പ്രശ്നങ്ങൾ പോലും, ഈ കുട്ടികൾക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തതിനുള്ള പ്രശ്നങ്ങളടക്കം ഞാൻ ഈ അമ്മയോട് പറഞ്ഞതാണ്. അത് വാട്സാപ്പ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതെ, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. കൃത്യമായിട്ട് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയ ടൈമിൽ ഷിഹാബ് ജാനുവരി 1 തീയതി അയച്ചു കൊടുത്തിട്ട് 2024, അതെ, ഈ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചതിന് ഈ അമ്മ കൊടുത്ത റിപ്ലൈ അല്ലേ, ഇപ്പൊ ഈ വീഡിയോസിലുള്ള ഒരമ്മ, അമ്മയുടെ പേരെന്തായിരുന്നു? ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയാണ്. ഓക്കെ, ആ അമ്മയാണ് ഈ റിപ്ലൈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ആ റിപ്ലൈ വോയിസും കൂടി കേൾക്കണം. വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഈശ്വരനെ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇനിയും നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം വരിക, അത് മാത്രം മതി. എങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരു പ്രകാശം കിട്ടുള്ളൂ. പറഞ്ഞെന്താണെന്നറിയോ, മുതൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് സീരിയസ് ആയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ കാലം തെളിയിക്കട്ടെ. അല്ലാതെ എന്നെ സംബന്ധിച്ച് അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമാണ്. കാരണം 18 വയസ്സ് വരെ നമ്മൾ വീട്ടിനകത്തിട്ടിരുന്നു. അതിനുശേഷം കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ട്. ഏതൊരമ്മയെ ആഗ്രഹിക്കില്ലേ? അത്രയും നാൾ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോയത് ഓരോ നിമിഷവും. അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഒരു സന്തോഷം നമുക്കും ആഗ്രഹിക്കാമല്ലോ. അപ്പോൾ അത് കിട്ടിയത് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ്. അതിൻ്റെ പുറകിൽ എന്തൊക്കെ വലിയ ചൂഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ബാബ. അതാണ്. പിന്നെ ഇപ്പം ബുദ്ധിമുട്ട് പറയുന്ന അമ്മ 5 വർഷത്തോളം കുട്ടി ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ സംസാരിച്ചില്ല, പ്രതികരിച്ചില്ല. അവരിപ്പോൾ അമേരിക്കയിൽ പോയി, അവർ സേഫായി, അവരെ ഹസ്ബൻഡ്. അപ്പോൾ പിന്നെ അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അത് നമ്മളെപ്പോലെയുള്ള കുറേ പേർക്കുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്. എന്തു പറഞ്ഞാലും കുട്ടികൾക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കും സാർ ചെയ്യുന്നത്. അത് നമ്മളതിന് അതിൻ്റെ പുറകെ പോകണ്ട എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ സ്വാർത്ഥതയായിരിക്കാം. നമ്മൾ 18 വർഷം അനുഭവിച്ച വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെ നിന്നൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലുമൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടിയത് അവൾ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതിലാണ്, ഇവിടെ വന്നതിലാണ്. അപ്പോൾ അത് ഒഴിവാക്കുമെന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ ആളല്ല. സാറ് നമ്മുടെ മക്കളിലൂടെയാണ് എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഈശ്വരൻ എല്ലാം കാണുന്നുണ്ടാവുമല്ലോ. അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നുള്ള ഈശ്വരന് വിട്ടുകൊടുക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിത്തരം നെഗറ്റീവ് കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുക പോലും വേണ്ട. എന്തായാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. നമുക്ക് ചുറ്റും
ഉള്ളവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് നല്ല രീതിയിൽ പോട്ടെ, അതാണ് നല്ലത്. ഓക്കെ, എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയുക. എല്ലാം ഞാൻ കാണുന്നുണ്ട്, സന്തോഷമായിട്ട് പോകാം. അപ്പോൾ ഈ വോയിസ് നിങ്ങൾ കംപ്ലീറ്റ് കേട്ടല്ലോ. ഇനി ഞാൻ ഈ അമ്മമാർ പറയുന്ന വീഡിയോ വയ്ക്കാം. ഓക്കെ, ഇത് ഷിഹാബിന് കൃത്യമായിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിലെ ഒരമ്മ, ആ അമ്മയുടെ പേര് പറയുന്നത് കുഴപ്പമില്ലല്ലോ, അവരെല്ലാ വീഡിയോസിലും വരുന്നുണ്ട് ഇപ്പം. അല്ല, ഒരമ്മയുടെ പേര് ദീപ എന്നുള്ളതാണ്, ദീപേച്ചി. എനിക്ക് ദീപേച്ചിയോട് ഭയങ്കര സങ്കടം തോന്നിയത്, ഞാൻ അത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇന്ന് അതേ ദീപേച്ചിയാണ് അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളം പറയേണ്ടി വരുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരു വശമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇതുവരെ സായിക്ക് പോലും അവരെ ഫോട്ടോസ് പോലും കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ വന്ന് ഈ കള്ളങ്ങൾ പറയുന്നത് കാണുമ്പോൾ എല്ലാം അറിയുന്നത് നിങ്ങളെ പൊതുജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വന്നത്. അതെ, എന്തായാലും ആ വീഡിയോ, ഈ അമ്മമാർ പറയുന്ന വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ 5 കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. അവരുടെ പ്രോഗ്രാം ആങ്കർ ചെയ്യാനാണ് ഷിഹാബ് എത്തിയിരുന്നത്. വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. വരുന്ന സമയത്ത് കുട്ടികൾ നല്ലതുപോലെ വയലൻ്റ് ആവുന്ന മക്കളായിരുന്നു. ഓരോ സമയത്തും അവരുടെ ഷോ ചെയ്യുന്ന സമയത്ത് അവർ സൈലൻ്റ് ആവും, പക്ഷെ അത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. നമ്മുടെ വിഷ്ണുവിന് ഇന്ന് എല്ലാവർക്കും അറിയാം. വിഷ്ണുവൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കസേര പൊട്ടിച്ചെന്നോ എത്ര ഫോൺ പൊട്ടിച്ചെന്നോ നമുക്കറിയാം. അതിനകത്ത് നിൽക്കും, അത്രത്തോളം വയലൻ്റ് ആവുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ അമ്മമാരെ ഒന്നിച്ച് നിന്ന് അവരെ ആ ഒരു രീതിയിൽ സൈലൻ്റ് ആക്കി കൊണ്ടുപോയി. ഷിഹാബും അതിനൊപ്പം നിന്നു. പക്ഷേ ഷിഹാബ് പറയുന്നത് പോലെ 5 മാറും ഷോയൊന്നും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ചില അവസരങ്ങൾ, അതായത് ഏതെങ്കിലും കൂടുതൽ ഗസ്റ്റ് വരുന്ന സമയത്തോ പബ്ലിക് കൂടുതൽ വരുന്ന സമയത്തോ മാത്രമായിരിക്കും അങ്ങനെ 4 ഷോ, അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അതും വല്ലപ്പോഴും മാത്രമാണ്. അതുപോലെ തന്നെ ആഹാരം, അത് കുട്ടികൾ ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം ആദ്യകാലങ്ങളിൽ അവരത് തയ്യാറെടുപ്പതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അവർ ഷോ ആയിട്ട് നല്ലതുപോലെ അവർക്കത് ചെയ്യണം, ആൾക്കാർ വരണം, കാണണം, കയ്യടി കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് കുട്ടികൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞു. അതും ചില സമയത്ത് 1 മണിക്കാണ് ഷോ എങ്കിൽ അവർക്കത് ചെയ്യും, അവർ ചെയ്യാൻ റെഡിയാണ്. പിന്നെ അത് ഈ 2017 നമ്മളിത് തുടങ്ങുന്നത്. 2017 സമയം എന്ന് പറയുമ്പോൾ കുട്ടികൾ നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ്. അവർ ആ ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർ വയലൻ്റ് ആവുകയാണെങ്കിലും ഒരിക്കലും ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാതെയോ അതിൻ്റെ പേരിൽ ഒരു മാനസിക പീഡനമോ ഒന്നും കുട്ടികൾ നേരിട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഷോ 1 മണിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിക്കും, അതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെയോ ആ പേരിൽ അവർക്കൊരു മാനസിക പീഡനം ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അതെന്തായാലും ഷിഹാബ് പറഞ്ഞ തെറ്റ് തന്നെയാണ്. കാരണം അന്നുണ്ടായിരുന്ന അമ്മമാർ തന്നെയാണ് ഞങ്ങൾ ഇന്നും ഈ 2024 ആയിട്ടും കുട്ടികൾ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതിൽ എത്രത്തോളം ഹാപ്പിയാണെന്ന് കുട്ടികളെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് മൃഗാട് സാർ തരുന്ന ധൈര്യം തന്നെയാണ്. അവരിന്ന് ഈ ഒരു അവസ്ഥയിൽ മാറിയത് തന്നെയും ഈ ഷോയുടെ ഒരു ടൈമാണ്. അവർക്ക് എത്ര ഷോ ചെയ്താലും ഒരു മടുപ്പും ഉണ്ടാവില്ല. അവർക്കിപ്പം ഷോ കുറയുന്നതിലാണ് അവർക്ക് വിഷമം. നമ്മുടെ കുട്ടികളെ ആരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അത് ഒരിക്കലും ഒരു പ്രദർശനമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. നോർമൽ കുട്ടികൾ എന്തുകൊണ്ട് അവർ പല കലാവേദികളിലും പോയി പങ്കെടുത്ത് അവർ പ്രൈസ് വാങ്ങിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഭിന്നശേഷി കുട്ടിക്ക് വെളിയിൽ ഇറങ്ങാനോ ഒരു 10 കയ്യടി വാങ്ങാനോ ഉള്ള അവസരം ഞങ്ങളുടെ കുട്ടികൾക്ക് സാറാണ് ഉണ്ടാക്കി തന്നത്. അതൊരിക്കലും ഞങ്ങൾ പ്രഹസനമായിട്ടോ പ്രദർശനമായിട്ടോ ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ഫോട്ടോ ഇവിടെ ഒരു LED വാളിൽ വരുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഇതിൽ വരുന്നതോ ഞങ്ങൾക്ക് അഭിമാനമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം വീട്ടിനകത്ത് മൂലയിൽ അടച്ചിടപ്പെട്ടിരുന്ന കുട്ടികളാണ് 18 വയസ്സ് വരെ. അപ്പോൾ അവരെയാണ് സാറ് കൊണ്ടുവന്ന്, ഇപ്പം പലരും പറയുന്നുണ്ട് കുട്ടികളെല്ലാം പാട്ടും മാജിക്കും ഒക്കെ പഠിച്ചിട്ട്, പക്ഷെ ഞങ്ങളുടെ കുട്ടികൾ ഒന്നും പഠിച്ചിട്ട് വന്നതല്ല. മാജിക് എന്ന് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം മാത്രം പഠിച്ച കാര്യമാണ്. അവരിന്ന് അതിൽ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. വീണ്ടും വീണ്ടും കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരത് നല്ലതുപോലെ തന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ വന്ന് പഠിച്ചത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നേരത്തെ ഷിഹാബ് മാത്രമല്ല, നേരത്തെ പറഞ്ഞ അമ്മമാര് പറഞ്ഞ ആരോപണങ്ങൾക്ക് എതിരെയുള്ള ഒരു ഇതാണ്. കാരണം നമ്മുടെ മക്കൾ ആരും തന്നെ ഇവിടെ ഒന്നും പഠിച്ചിട്ട് വന്നതല്ല. നമുക്കേ അറിയാവൂ. ഷിഹാബിന് അറിയില്ല. ഇപ്പൊ 5 കൊല്ലമായി പോയിട്ട്. അപ്പൊ 6 കൊല്ലമായി നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മളെ മക്കൾ നമുക്കല്ലേ അറിയാവൂ. അവനറിയില്ലല്ലോ ഇപ്പൊ എങ്ങനെയാണെന്നുള്ള ഒരു ഇത് അറിയില്ല. സാറ് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഇത് നമ്മളെ മക്കൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞു കുട്ടികളെ സാറ് ക്യാമറയ്ക്ക് മുന്നിലാണ് കുട്ടികളെ ചേർത്ത് പിടിക്കുന്നത്. അത് വെറുതെ അല്ല. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഓരോ സമയം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സാറിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ മാത്രമല്ല സാർ ഇങ്ങനെ ചെയ്യണത്. മക്കളെ എപ്പോഴും കണ്ടാലും സാർ ഓഡിയോ കെട്ടിപ്പിടിച്ച് സാറ് മുറിയിൽ കയറേ ഉള്ളൂ.
കുട്ടികൾ ഓടി സാറിന് അടുത്ത് ചെന്നാലും ഒരിക്കലും സാർ അവരെ തട്ടി മാറ്റിയിട്ടില്ല. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അപ്പൊ എന്താണ് അങ്ങനെ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം വാവയെ അത് നേരത്തെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പിന്നെ വാവ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നറിയില്ല. ഞങ്ങൾ വാവാന്ന് വിളിക്കുന്ന അത്രയും സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ പറഞ്ഞ ആരോപണങ്ങള് ഏകദേശവും തെറ്റ് തന്നെയാണ്. ഏകദേശം എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം തെറ്റ് തന്നെയാണ്. കാരണം ഞങ്ങളെ കുട്ടികളെ പ്രദർശിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പ് അവർ ഷോ ചെയ്ത് കയ്യടി നേടുക എന്നാണ്. അതവർക്ക് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. അവർക്ക് ഒരു ദിവസം അങ്ങനെ ഷോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വിഷമമാണ്. അപ്പൊ ഇന്ന് ഈ അമ്മമാർ ഓരോരുത്തരും പറയുന്നു. ഇപ്പൊ ഷിഹാബ് തന്നെ പറയുന്നു ഇത് കൂട്ടിക്കെട്ടാനല്ല എന്ന്. എന്നാൽ പോലും ഇതിന്റെ അവസാനം എന്തായിരിക്കും എന്നുള്ളതിൽ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയാൽ ഈ ഇത്രയും കുട്ടികളെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഓരോ വ്യക്തികളുടെയും വീട്ടിൽ കൊണ്ടാക്കണോ? അത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ആരോപണം ഉന്നയിച്ച ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് മറുപടി തരികയും വേണം. അങ്ങനെയുള്ളവരാണ് ഈ ബാക്കിയുള്ള കുട്ടികളെ. പിന്നെ ഷിഹാബ് വേറൊരു ആരോപണം ഉന്നയിച്ചിരുന്നു, ഞങ്ങളുടെ കുട്ടികളെ ആ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നു എന്ന്. പക്ഷെ അടച്ചിട്ടിരുന്നു, കാരണം കുട്ടികളാണ്. അപ്പൊ ഞങ്ങൾക്കറിയാം ഒരു കുട്ടിയെ തുറന്നു വിട്ട് അവനെ പിടിച്ചു കെട്ടി 4 പേരുടെ മുമ്പ് വെച്ച് അടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ നേരെയാക്കുക എന്നുള്ളതല്ല. അവനെ അടച്ചിരുന്നാലും ഞങ്ങൾ അതിന്റെ നല്ല രീതിയിൽ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് അടച്ചിട്ടിരുന്നത് എന്റെ 5 മക്കളെ അടച്ചിട്ടത് ഞാനാണ്. നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നി അവര് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ നോക്കണം. അവർ എവിടെ പോയാലും അവർ പോയിട്ട് തിരിച്ചു വരും. ഇപ്പൊ അവര് പോയാൽ തിരിച്ചു വരും നല്ല ഉറപ്പുണ്ട്. തിരിച്ചു വരികയും ചെയ്യണം. അവരിപ്പോ സാലറി വാങ്ങിക്കുന്നുണ്ട്. അവർക്കറിയാം സാലറി വാങ്ങിക്കുന്നത്. അല്ല, ഷോ ടൈമൊക്കെ അവർക്കറിയാം. അവർക്ക് ആഹാരം കഴിക്കുന്ന ടൈമും എന്താണെന്നും എല്ലാവർക്കും അറിയാം. അവർ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഷോ എത്ര ആ ടൈമിൽ ആഹാരം കഴിക്കാൻ പോലും വരാറില്ല. ഇല്ല, ഞങ്ങൾ ഷോ കഴിഞ്ഞാലേ ഞങ്ങൾ ആഹാരം കഴിക്കൂ, ഷോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിക്കാം എന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ പറയണത്. അത്രത്തോളം കുട്ടികളിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. നല്ല മാറ്റങ്ങൾ. 2018 ഷിഹാബ് പോയ സമയത്തുള്ള കുട്ടികളെ അറിയാം. പക്ഷെ ഇന്ന് ആ കുട്ടികളല്ല. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് പറയാം. വാവ ഇപ്പൊ പറഞ്ഞാൽ മോശമായിട്ടും പറയാം. പക്ഷെ മോശമായിട്ട് പറഞ്ഞപ്പോ അത് കുറച്ച് കൂടിപ്പോയി, ഒരുപാട് കൂടുതലായി പോയി. ഇത്രയും കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ 5 വർഷം കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ പറയായിരുന്നു 5 കൊല്ലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കുട്ടികളും ഭിന്നശേഷി കുട്ടികൾ അവർക്ക് ബുദ്ധിയില്ല. അപ്പൊ ഈ ബുദ്ധിയില്ലാത്ത കുട്ടികൾക്ക് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അന്നത് പുറത്തിറക്കണമായിരുന്നു. ഇന്ന് ഇറക്കിയിട്ട് കാര്യമില്ല. അന്ന് ഇറക്കാത്തത് കൊണ്ട് നമുക്ക് മക്കൾക്ക് ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ പറ്റി. നമ്മൾ അന്ന് ഇറക്കിയിരുന്നെങ്കിലേ പിന്നെ എന്തെല്ലാം അന്ന് പ്രതികാരമായിട്ട് വന്നിരുന്നെങ്കിലേ അല്ല എങ്കിൽ നമ്മൾ അടച്ചു പൂട്ടുമായിരുന്നു. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു കുട്ടികളെയും കൊണ്ട്? അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന് ഒരു അടി കൊടുക്കണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ നിങ്ങളിപ്പോ കണ്ടല്ലോ. ഈ അമ്മമാര് അവരിപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇതാണ് പറയുന്നത്. എല്ലാ ചാനലിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ അവർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. അതായത് ഷിഹാബ് പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല, ഭക്ഷണത്തിൻ്റെ കാര്യം ശരിയല്ല, ഷോന്റെ എണ്ണം അല്ലേ, ഷെഡ്യൂള് എണ്ണം, ഒരു ദിവസം 5-6 ഷോസ് ഇല്ല. ഷിഹാബ് ഇതിപ്പോ എന്തിനു വേണ്ടി പറയുന്നു? വൈരാഗ്യം തീർക്കാനാണോ? എന്താണ് അന്ന് പറയാത്തത്? അതെ, ഇതിപ്പോ അമ്മമാര് ചോദിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതേ പ്രശ്നം അന്ന് തന്നെ ഞാൻ പറഞ്ഞ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഞാൻ സായിക്ക് തരാം. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പോരാത്തതിന് അത് ടൈപ്പ് എഴുതിയതിന് ശേഷം മുതുകാട് സാർക്കും അവരുടെ അക്കാഡമിയിലേക്കും ഞാൻ മെയിൽ അന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം പറയുന്ന പ്രശ്നങ്ങളല്ല, അന്നേ ഉള്ള പ്രശ്നമാണ്. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോന്നാലും ജീവിക്കാൻ പറ്റും. ഈ അമ്മമാരെപ്പോഴും പറയാറുണ്ടല്ലോ എന്നോട്, ബാവക്ക് ഞങ്ങളുടെ കുട്ടികളെ പോലെയല്ല, ബാവക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. ഞാനൊരു പ്രശ്നക്കാരനായതും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതേ എന്നെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങളെ ന്യായീകരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ആൾക്ക് മനസ്സിലാവില്ല, പക്ഷെ അതൊക്കെ ദൈവം കാണുന്നുണ്ട്. മനസ്സാക്ഷിയുടെ കോടതിയിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്ന് ഞാൻ ശ്രീലക്ഷ്മിയുടെ അമ്മയോടും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദീപേച്ചിയോടൊക്കെ ചോദിക്കുകയാണ്. ചേച്ചി ഒന്ന് ഓർക്കണം എന്തൊക്കെ പറയുന്ന സമയത്ത്. നിലനിൽപ്പിന് വേണ്ടിയിട്ടായിക്കോട്ടെ സായി, അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും അവരവരുടെ നിലനിൽപ്പിനാണ് കാര്യങ്ങൾ നമ്മൾ ജീവിച്ചു പോകുന്നത്. അതെ. പക്ഷെ നമ്മളെ നിലനിൽപ്പ് മാത്രം നോക്കുമ്പോൾ ചുറ്റുപാടും ഇതേപോലെ ഒരുപാട് പേര് സഫർ ചെയ്യുന്നവരുണ്ട്. അവരെ നുണയന്മാരാക്കിയിട്ടും കള്ളന്മാരാക്കിയിട്ടും നമ്മൾ നിലനിൽക്കാൻ പാടില്ല. അത് പ്രശ്നമാണ് തീർച്ചയായിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഈ അമ്മ പറയുന്നത് കേട്ടു, 1-2 വീഡിയോസിൽ അമ്മ പറയുന്നുണ്ട്, ഈ സ്ഥാപനം പൂട്ടിപ്പോയാൽ നാളെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പാരൻസിനോടാണ് ചോദിക്കുന്നത്, ഈ വീഡിയോ ഉള്ള പാരൻസിനോട്,
നിങ്ങളുടെ മക്കളെ 14-15 വയസ്സ് വരെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയില്ലേ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവർ നോക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് നിങ്ങൾ മാജിക് പ്ലാനിലേക്ക് കൊണ്ടുവന്നത്. ഇനി ഈ സ്ഥാപനം പൂട്ടിക്കാനോ പൂട്ടിപ്പോവാനോ വേണ്ടിയിട്ടല്ല നമ്മളാരും ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. നമ്മളൊക്കെ പറയുന്നത് എന്താ, ഒരു തിരുത്തൽ വേണം. അതായത് ഈ മോശമായിട്ടുള്ള സ്വഭാവം ഒന്ന് മാറ്റണം. അതിലൊരു അപ്പോളജി ഉണ്ടെങ്കിൽ അത് ഒരു അപ്പോളജി കാരണം ഇപ്പം ഇതെല്ലാം മാറുന്നു ഞാൻ പറയുന്നില്ല. കാരണം ഷിഹാബിന് ഇപ്പോൾ ഒരു അപ്പോളജി മുതുകാടിൻ്റെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല്ല എന്ന് ഷിഹാബാണ് പറയേണ്ടത്, ബാക്കി അമ്മമാരാണ് പറയേണ്ടത്. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അറ്റ്ലീസ്റ്റ് ഈ പ്രശ്നം എന്താണ്, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ആർക്കെങ്കിലും സംഭവിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. അത് പബ്ലിക്കിന് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഈ സ്ഥാപനമായിട്ട് മുതുകാടിന് പോവാം. തീർച്ചയായിട്ടും സ്വഭാവത്തിൽ വരുന്ന, അതായത് എല്ലാവരോടും ഈ അറഗൻസ് കാണിക്കാതിരുന്നാൽ മതി. ഇനി അമ്മമാർക്കൊരു വിഷമാണ്, എന്ത് മുതുകാട് ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്യും? സർക്കാരുണ്ട് ഇവിടെ, കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇഷ്ടം പോലെ ഉണ്ട്, സർക്കാരുണ്ട്, ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക എവിടെ പോകുന്ന ആലോചിച്ച് സങ്കടപ്പെടുകയൊന്നും വേണ്ട. തീർച്ചയായിട്ടും. കാരണം ഈ അമ്മമാർ, എത്രയോ അമ്മമാർ ഇപ്പോഴും കുട്ടികളെ നോക്കുന്നില്ലേ? ഒരു മുതുകാടിന്റെ സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് അവർ നോക്കി പോകുന്നത്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളപ്പോൾ ബാക്കിയുള്ള സമൂഹത്തിന് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? മുതുകാടിന്റെ സ്ഥാപനം ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. അപ്പൊ അവിടെ സിസ്റ്റത്തിനെ പോലും അവർക്ക് എന്തില്ല, വിശ്വാസമില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ലേ? അതാണ് ചോദിക്കാനുള്ളത്. എന്താണെങ്കിലും ഈ അമ്മമാരുടെ വീഡിയോസ് ഒരുപാട് കണ്ടു. അപ്പോൾ ഇത് അവരുടെ പ്രധാന സർക്കിളുകളിലൊക്കെ ഈ വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ പ്രചരിപ്പിക്കുന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം ഇത് തെറ്റായ കാര്യമാണ്. ഈ അമ്മമാര് ഇങ്ങനെ പറയുമ്പോൾ കുറേ പേര് എന്നെ ഇപ്പോൾ ഇന്ന് പോലും എന്നെ ആള് ഗൾഫിൽ നിന്നും കുവൈറ്റിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, കണ്ടത് ഇങ്ങനെയാണല്ലോ, അമ്മമാർ ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഗൾഫിക്കാണ് അയച്ചു കൊടുക്കുന്നത് വീഡിയോസ്. ഇവർക്ക് മെയിൻ ആയിട്ട് ഫണ്ട് കൊടുക്കുന്ന ഓർഗനൈസേഷനിലൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അവര് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഞാൻ ദീപേറ്റിനോടും ലക്ഷ്മിയുടെ അമ്മയോടൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അവിടെ നിന്ന് പോയത്? നിങ്ങൾക്ക് സത്യമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ നിങ്ങൾ പറയുന്ന പോലെ കള്ളം പറയുന്ന ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാ 5 വർഷം 6 വർഷം ഞാനുമായിട്ട് നല്ല സൗഹൃദം കീപ്പ് ചെയ്ത്? ഞാൻ ദുബായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് വെച്ച സമയത്ത് ഈ ശ്രീലക്ഷ്മിയുടെ അമ്മ എനിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും അയച്ചിട്ടില്ല, അമ്മ ഇങ്ങോട്ട് അയച്ചാണ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: നല്ല മനസ്സുള്ളവർക്ക് ഈശ്വരനൊരു നല്ല സ്ഥാനവും കരുതി വെച്ചിട്ടുണ്ടാവും. അത് ഉറപ്പായിട്ടും ഏത് വഴിയായാലും നമ്മൾ തേടിയെത്തും. അതാണ് ഇപ്പം ഭാവിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മെസ്സേജിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര സ്നേഹത്തോടു കൂടി. അതായത് എനിക്ക് നല്ലൊരു അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് അമ്മ പറയുന്ന ആ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് മാത്രമല്ല, ഞാൻ ഈ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ മെസ്സേജ് അയച്ചപ്പോഴും ഈ അമ്മ അത് എതിർക്കുന്നില്ല. ഈ അമ്മയെ കൊണ്ട് ഞാൻ പറയട്ടെ സായി, ഈ അമ്മനെ കൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറയിപ്പിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കും? അവരെ നിലനിൽപ്പിനാവും. അത് പറയിപ്പിച്ച് പറയണ്ടല്ലോ, മനസ്സിലായോ? പറയിപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് പറയിപ്പിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം, നാളെ ഈ സ്ഥാപനം പൂട്ടും, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തന്നെ അവര് പറയാൻ കമ്പലായി, നിർബന്ധിതരായി. പറഞ്ഞ അവരുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്, അവരെ നിലനിൽപ്പിന് അവർ പറഞ്ഞേ പറ്റൂന്നാണെങ്കിൽ അവരോട് പറയാണ്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ആരും പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഈ സ്ഥാപനം പൂട്ടേണ്ടി വരും, നിങ്ങൾക്കൊന്നും പറയാല്ലേ എന്ന് ചോദിച്ചാൽ തന്നെ ഇവര് വന്ന് പറയും. ആ ഒരു അവസ്ഥയാണ്. അതുതന്നെ അവരൊരു നിസ്സഹായാവസ്ഥയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഒരിക്കലും നിങ്ങളുടെ 2 ഭാഗത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അത് മാത്രല്ല ഷിഹാബ്, ബാക്കി അമ്മമാരും കുട്ടികളുടെ പ്രശ്നങ്ങളും അവരനുഭവിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ആ അമ്മമാരെ കള്ളിയാക്കുന്ന പോലെ ആയില്ലേ? ആ അമ്മമാരെ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. എന്നെയും അതെ, ഷിഹാബിനെയും ബാക്കി അമ്മമാരെ അടക്കം സമൂഹത്തിന് മുന്നിൽ നമ്മളാരും വന്നിട്ട് മുതുകാട് ഒരു കള്ളനാണോ തട്ടിപ്പുകാരനാണോ പറയുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ, ഈ രണ്ടാമത്തെ ഒരു മുഖം, ക്യാമറയുടെ മുന്നിലൊരു മുഖവും അല്ലാത്ത സമയത്തൊരു വേറൊരു സംസാരവും കാണിക്കലും. ഇത് അനുഭവിച്ചവർ വന്ന് പറയുന്നത്, നിങ്ങൾ പറയാണ് അല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഷോന്റെ കാര്യം ഷിഹാബ് പറഞ്ഞത് 5-6 ഷോ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. 5-6, പക്ഷെ ഇത് അനുഭവിച്ച ഒരാളാണ് ഷിഹാബ്, ആ ഷോസ് ചെയ്ത ഒരാളാണ്. ഞാൻ പറയുമ്പോഴേ ഈ ഒരു സ്ഥാപനം ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്തു എന്ന് വിചാരിക്കാം. ഈ അമ്മമാരൊക്കെ സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്താൻ അവസരം കിട്ടിയാലേ ഇവരോട് രഹസ്യമായിട്ടൊരു മൊഴി ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ദീപേറ്റിയും ശ്രീലക്ഷ്മിയുടെ അമ്മയൊക്കെ സത്യം പറയും. കാരണം എനിക്ക് അവരെ അറിയാം. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് നല്ല സൗഹൃദം ഈ ശ്രീലക്ഷ്മിയുടെ അമ്മയ്ക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ അത്രയും ബന്ധമുള്ളത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് സങ്കടം തോന്നുന്നത് ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റിയല്ലോ എന്നുള്ളത്. ആ അമ്മയുടെ വാക്കുണ്ട്, ഷിഹാബിന് അയച്ച വോയിസിൽ തന്നെ എന്താ അയച്ചിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാറ് ചെയ്യുന്നുണ്ടെങ്കിൽ സാറിന് അതിനുള്ളത് ദൈവം കൊടുക്കും. അപ്പൊ നമുക്ക് തന്നെ അറിയാം
ദൈവം കൊടുക്കുന്നത്. പക്ഷെ പിന്നെന്താ നമ്മളെ നിലനിൽപ്പല്ലേ, നമ്മളത് നോക്കേണ്ടത്. അപ്പൊ ഞാനത് ഒരിക്കലും ആ വോയിസ് ഒന്നും പുറത്തു വിടാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു, ഈ അമ്മയുടെ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. വീഡിയോ കോൾ എടുക്കണ്ടല്ലേ. പിന്നെ ഞാൻ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് പോലും അവർ വിളിച്ച് സംസാരിക്കുന്ന, അവരിങ്ങോട്ട് വിളിച്ചത്, ഈ ശ്രീലക്ഷ്മിയുടെ അമ്മ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിട്ടുള്ള വീഡിയോ കോളില്. അല്ലെ നമ്മളതൊന്നും വെക്കണ്ട. ഇല്ല, അത് ഞങ്ങളുടെ സ്വകാര്യതയല്ല, I mean, അത്ര സൗഹൃദമുള്ള ആളുകളാണ്. പക്ഷെ ഇവര് പബ്ലിക്കായിട്ട് ഇതൊന്ന് പറയുമ്പോൾ ഉണ്ടാവും തെറ്റിദ്ധരിക്കപ്പെടുവാണ്. ഞാനെന്തോ തെറ്റിദ്ധരിക്കപ്പെടില്ല, കള്ളനാവുകയാണ്. അപ്പോൾ ഞാൻ തുടക്കം മുതലേ മുതുകാട് സാറോട് പറയുന്ന കാര്യമാണ്, സാർ ഇത് സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിഭാഗമാണ്, ഇതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ മോശമാക്കപ്പെടും. 2017-18 കാലയളവിൽ ഞാൻ നിരന്തരം പറഞ്ഞിട്ടും സാർ അത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടല്ലേ ഇന്ന് 2023 അവസാനങ്ങളിൽ അമ്മമാർ വന്ന് പറയേണ്ടി വന്നത്. അപ്പം അന്ന് സാറ് വാക്കിന് എന്തെങ്കിലും വില കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അമ്മമാരിതൊന്നും പരാതി പറയാത്ത രീതിയിൽ ഭംഗിയായിട്ട് പോകുമായിരുന്നു. ഇപ്പോഴും അവസരമുണ്ട്, ഇപ്പോഴും അവസരം എന്നല്ല, ഇപ്പോഴും സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് വന്ന് പറയാം, അതായത് എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രശ്നം, എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്നും പറയണ്ട, എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു സമീപനം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. ഇനി നമുക്ക് എല്ലാ തെറ്റുകളും തിരുത്തി മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ തീർന്നു. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും, ഈ അമ്മമാർക്കും മുതുകാട് സാറിനൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. കൂടുതൽ പ്രതിരോധത്തിലാവും, നമുക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലേക്കാവും, നമ്മളെ തന്നെ ചളി വാരി എറിയാന്ന് പറയുന്നില്ലേ, സർവൈവ് ചെയ്യാം. എങ്ങനെ അറിയോ, നമ്മള് പറ്റ ഒന്നുമില്ലാതെ ഹെൽപ്ലെസ് ആവുന്ന സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാൻ നമ്മൾ എന്ത് കളിയും കളിക്കും. അത് തീർച്ചയായിട്ടും. പക്ഷെ നമ്മളെ ഭാഗത്ത് തെറ്റ് വന്നതിന് ശേഷം നമ്മള് അയ്യോ തെറ്റ് തിരുത്താതെ ഇതൊക്കെ മറച്ചു വെച്ച് ഞാൻ അടിപൊളിയാന്ന് കാണിക്കണം, അതിന് കുറച്ച് ആളെ കൂട്ടുപിടിക്കണം. കൂട്ട് നിന്നവരും പെടും, ചിന്തിക്കുന്ന ആളും കൊടുക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ അമ്മമാരെ കണ്ടപ്പോൾ എനിക്ക് ഓർത്തത്, ഇത് ഈ അമ്മമാരല്ല, വേറെ അമ്മമാരാണെങ്കിൽ സത്യം പറഞ്ഞാൽ കള്ളസാക്ഷി പറയുന്നത് എനിക്കാണെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഈ അമ്മമാരെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു ഇന്ത്യൻസ് ഇവരെ കൊണ്ട് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, അത് ജസ്റ്റ് പറഞ്ഞു കാണും, ഞങ്ങളിത് നിർത്താൻ പോവാണ്, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഒരു ചോദ്യം മതിയില്ല. തീർച്ചയായിട്ടും അവരൊറ്റ ചോദ്യത്തിന്റെ മുകളിൽ. പിന്നെ ഈ അമ്മ പറഞ്ഞൊരു കേസുണ്ട്, ഞാൻ ശ്രദ്ധിച്ചതാണ്, ഇവിടെ നിന്ന് അമേരിക്കയിൽ പോയ കുട്ടിയുടെ അമ്മയാണല്ലോ ഇവിടെ വന്ന് ഈ വെളിപ്പെടുത്തൽ നടത്തി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ളവർ എന്ത് ചെയ്യും, അവര് സേഫ് ആയല്ലോ, സേഫ് ആവാനൊരു ചാൻസ് കിട്ടി ഇവരും പറയുമായിരിക്കും. അതൊരു വലിയ പോയിന്റ് കേട്ടോ. അപ്പൊ ഇവർ സേഫ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് ഇപ്പൊ സേഫ് അല്ലാത്തത് കൊണ്ട് ഇവർക്ക് പറഞ്ഞേ മതിയാകും, അവരിപ്പോ അവിടെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ വേറൊരു ഓപ്ഷൻ അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിൽക്കാൻ വേണ്ടി എന്ത് മാർഗം സ്വീകരിക്കുമല്ലോ. അപ്പൊ അതിന് സ്വീകരിക്കുന്ന മാർഗം ആയിരിക്കും. കാരണം ഈ ഒരു വീഡിയോ കണ്ട് ഒരുപാട് പേര് എന്നെ പുറത്തുനിന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഫണ്ട് കൊടുക്കുന്ന ആളുകളുടെ ഗ്രൂപ്പുകളൊക്കെ ആയിരിക്കാം, അതിനുള്ള ആളുകളാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം കേട്ടല്ലോ. പക്ഷേ അമ്മമാർ കള്ളം പറഞ്ഞുകൊണ്ടാണ് നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എപ്പോഴും നമുക്കറിയാലോ കള്ളത്തിന് ആയുസ് കുറവാണ്, കള്ളത്തരം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യം പറ്റിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ പറ്റിച്ച് പോയി എന്ന് വിചാരിച്ചു, ഞാൻ തുറന്നു പറയുകയാണ്, നിങ്ങളുടെ അനുഭവങ്ങൾ പുറത്ത് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അനുഭവങ്ങൾ പറയുന്നവരെ കള്ളിയാണ് എന്ന് പറഞ്ഞ സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ നാളെ ഇതിലും വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് അത് അനുഭവിച്ചു എന്ന് പറഞ്ഞ് പുറം ലോകത്തിനോട് വന്ന് പറയുമ്പോൾ അന്ന് പുറം ലോകം എന്താ ചോദിക്കറിയോ, ഇതൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞേ, അന്നൊരു കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞേ, ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതം മാറും. ഇത് കുറച്ചു കാലത്തേക്കുള്ള ഒരു സേഫ് സ്ഥലമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഈ സ്ഥാപനം മര്യാദയ്ക്ക് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരുപാട് കാലം ഒരുപാട് പേർക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് മാറും. പക്ഷെ അതിൻ്റെ ഒരു എഫേർട്ടിൽ നിങ്ങളും കൂടി ഒരു ഭാഗമാവണം, അല്ലാതെ കാര്യമില്ല. അപ്പം എന്താണെങ്കിലും ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനെ ഷിഹാബാണ് കറക്റ്റ് ഒരാള്. അത് തീർച്ചയായും ഞാനിതിന് സാക്ഷിയാണല്ലോ. കാരണം എനിക്കെന്താ അറിയാം, ഷിഹാബിനെ കുറിച്ചുമാണ് പറയും. ഈ ദീപേച്ചിയൊക്കെ എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്, ബാബ എപ്പോഴും ചോദ്യം എന്താ, ഡ്രസ്സ് മാറാൻ സമയം പോലും കുട്ടികൾക്ക് വേണ്ടേ, ഭക്ഷണം കഴിക്കാൻ സമയം വേണ്ടേ. ദീപേച്ചിയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ ദീപേച്ചി, എനിക്ക് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമുള്ള ഒരാളല്ല, ഞാൻ അഗ്രസീവ് ആകാത്ത ഒരാളൊന്നുമല്ല, എനിക്ക് എങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ബാവ നമ്മളെ കുട്ടികളെ പോലെയല്ല, ബാവക്ക് സംസാരിക്കാമല്ലോ, ബാവല്ലേ ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ബാവ പറയണം. എത്ര പ്രാവശ്യം ഈ ദീപേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേറെ അമ്മമാരുണ്ട്, പക്ഷെ അവരൊന്നും ഇതിൽ വരാത്തത് ഞാൻ പേര് പറയുന്നില്ല. ഇവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾക്കറിയാലോ, അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാലും ഇപ്പോൾ നേരത്തെ ശ്രീലക്ഷ്മിയുടെ അമ്മ എനിക്ക് അയച്ചതുപോലെ
ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല, ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അന്ന് പറയുന്ന പോലെ അതിനേക്കാളും നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കുട്ടികൾക്ക് അങ്ങനെ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചത്. എന്നിട്ട് പക്ഷേ എന്നെ കള്ളനാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നിലനിൽപ്പിന് വേണ്ടി എന്ത് കള്ളവും പറയാന്നുള്ളത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇത് കണ്ടോ, ഇതിൽ പുറത്ത് പറയുമ്പോൾ നിങ്ങൾ ഒരു മോശക്കാരാണെന്ന് സമൂഹം മനസ്സിലാക്കും. പക്ഷെ അതുപോലും ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പോലും ഞാൻ ക്ഷമിച്ചു നിന്നത്. പക്ഷെ നിങ്ങൾ പബ്ലിക് ആക്കിയ ഒരു വീഡിയോയിൽ, യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോയിലും ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തിരുത്തേണ്ടി വന്നത്. സോ വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇതിൽ ദീപേച്ചി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഗ്രീൻ റൂം ചെറുതാണ്, പക്ഷേ 5 കുട്ടികളെ ദീപേച്ചിയാണ് പൂട്ടിയിട്ടതെന്ന്. അങ്ങനെ പൂട്ടിയിടാൻ പറ്റുമോ വേറെയുള്ള 5 കുട്ടികളൊരാൾക്ക്? സ്വന്തം മകനെ തന്നെ, മകളെ പൂട്ടിയിടുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഞാൻ എന്തൊരു പൂട്ടിയിടേണ്ട ആവശ്യമുണ്ടോ, ബാക്കിയുള്ളവരെ മക്കളെ ഒട്ടും പറ്റില്ല. അപ്പോൾ അതാണ്. അപ്പോൾ മുതുകാട് സാറല്ല, ഞാനാണ് പൂട്ടിയിട്ടെന്നൊക്കെ ദീപേച്ചി അഭിമാനത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു. ദീപേച്ചി അതൊന്നും ചെയ്യാൻ ദീപേച്ചിക്ക് അവകാശമില്ല. ദീപേച്ചി ഒന്നാമത് ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാൾ പോലും അല്ല. എന്നിട്ടാണ് ദീപേച്ചി അവിടെ കുട്ടികളെ നോക്കാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 5 കുട്ടികളെ നിങ്ങളാണ് പൂട്ടിയിട്ടെന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്നത് അടുത്ത കേസാവും. മുതുകാടിനെതിരെ കേസ് വന്നില്ലെങ്കിലും ഇവർക്കെതിരെ കേസ്. അതെ അതെ അതെ. അതിന് വേറെ ആളുകളുടെ കുട്ടികളെ റൂമിൽ അടച്ച് പൂട്ടുക, ആരാണ് നിങ്ങൾക്ക് പെർമിഷൻ തന്നതൊക്കെ ഈ ഒരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്താൽ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ചോദിക്കും. വീഡിയോ ഇപ്പൊ ദീപേച്ചി തന്നെയാണ് അത് വീഡിയോ ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ ഡിഫെൻസ് ചെയ്യാം, എല്ലാം ചെയ്യാം, പക്ഷെ ഒരു ന്യായം വേണം, ന്യായമായ രീതിയിൽ തീർച്ചയായിട്ടും. അല്ലാതെ ഓക്കെ സംഭവിച്ചു മാപ്പ് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ മാപ്പും പറയണ്ട, തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ അക്സെപ്റ്റ് ചെയ്യുന്ന. തെറ്റുകൾ സംഭവിക്കുന്നത് മാനുഷികമാണ്, തിരുത്തുന്നതും പുറത്ത് കൊടുക്കുന്നതാണ് ദൈവികം എന്ന് പറയാറുണ്ടല്ലോ. സാർ പറയുന്ന പോലെ സാർ കാണപ്പെട്ട ദൈവമാണെങ്കിൽ ദൈവമാൻ കിട്ടിയൊരു അവസരമാണ് തിരുത്തുന്നതും, അല്ലേ? അല്ല, ഞാൻ വേറെ കേസ് പറയാം. മുതുകാട് വന്നിട്ട് ഇപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്, തിരുത്താൻ ഞാൻ റെഡിയാന്ന് പറഞ്ഞാൽ വീണ്ടും ആ ഇമേജ് കൂടുകയുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ആ ഇമേജ് ഞാൻ പറയാ ഇപ്പൊ ഇടിഞ്ഞതൊക്കെ കൂടി വേറെ ലെവലിൽ പോകും. പിന്നെ നമ്മൾ ആരും നമുക്കൊന്നും വോയിസ് ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്ത് പറയും, ഈ അമ്മമാര് പിന്നെ എന്ത് പറയും, സാറ് തെറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാല്. പക്ഷെ അത് ചിന്തിക്കാതെ സാറ് വീണ്ടും ഇതുപോലെ കള്ളത്തരങ്ങളിലൂടെ നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് അല്പായുസായിരിക്കും. അതിന്റെ പ്രത്യാഘാതങ്ങൾ, അത് ഞാൻ തന്നെ പറയാം കേട്ടോ, പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. എനിക്ക് കഴിഞ്ഞ 32 വർഷം ജീവിക്കാൻ ഞാൻ എടുത്ത സ്ട്രഗിൾ എനിക്കറിയാം. ബാക്കി ജീവിക്കാനും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അതിൻ്റെ അങ്ങേയറ്റം വരെ ഞാൻ പോകും. പറഞ്ഞല്ലോ, എൻ്റെ ശാരീരികമായ പരിമിതികൾ എൻ്റെ മനസ്സിനെ ബാധിക്കാത്തിടത്തോളം കാലം അങ്ങേയറ്റം വരെ പോകും. പിന്നെ നിങ്ങൾക്ക് ഈ അവസാന നിമിഷങ്ങളിൽ പോലും എന്നെ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും തോന്നിയത് ദൈവം തോന്നിച്ചതാണ്, അല്ലേ? അമ്മമാർക്ക് അല്ലേ? അതുകൊണ്ടല്ലേ ഈ ഒരു സൗഹൃദപ്പം നിലനിൽക്കുന്നതും നിങ്ങൾക്കത് മെസ്സേജ് ചെയ്യാൻ തോന്നുന്നതും. ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അതായത് ഈ ജനുവരി മാസം പോലും നിങ്ങൾ എന്നോട് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഈ കാര്യങ്ങൾ എതിർക്കാത്ത നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് ആര് പറയിപ്പിക്കുന്നതാണെന്ന് നമ്മൾ സാധാരണ പറയില്ലേ, ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്നെ മുതുകാട് സാറ് പറയുന്ന പോലെ പ്രതിരോധത്തിൻ്റെ 2ാമത്തെ മാർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ക്ലോസ് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ മുതുകാടിന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊരു പ്രധാന പോയിന്റാണ് സായി. പിന്നെ കുറെ പേര് ചോദിക്കുന്നത്, ഷിഹാബ് നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, എന്ത് പറ്റിയെന്ന് എന്താ അല്ല, കള്ളമാണെങ്കിൽ തിരുത്തി പറയാൻ എത്ര അവസരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. 6-ാം തീയതി പത്രസമ്മേളനം കഴിഞ്ഞു. ഇപ്പൊ എത്ര ദിവസമായി? 12-ാം തീയതി ആയി. അദ്ദേഹത്തിന് തിരുത്താൻ എത്ര സമയമുണ്ട് അറിയില്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി ആരോ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു 26-ാം തീയതി നാട്ടിലെത്തും വീഡിയോ ഇടുന്നൊക്കെ. പിന്നെ ആ വ്യക്തി വന്നിട്ടുള്ള വീഡിയോ ആണ്. ആ വ്യക്തി ഇനി ആരാ, ആ വ്യക്തി ആരാന്ന് നമുക്കറിയാലോ. ആ വ്യക്തിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിഷ്പക്ഷമായിട്ട് എന്താ പറയുക ട്രിക്സ് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ 2 പക്ഷം കേൾക്കാൻ തയ്യാറാവണം. അല്ലാതെ ഏകപക്ഷീയമായിട്ടാണ് നിങ്ങൾ എന്താ പറയുക അങ്ങനെ ഇടാൻ തീരുമാനിക്കുന്നെങ്കിൽ 26-ാം തീയതി 27-ാം തീയതി അവരിഷ്ടമാണ് അവര്. പക്ഷെ ഇടുമ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എല്ലാ ആസ്പെക്ട്സും നോക്കുക. ഇപ്പൊ നമ്മളെ ഇന്ത്യക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുതുകാടിലേക്ക് എത്താനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഷിഹാബിന്റെ അടുത്ത് എത്താം, മുതുകാടിന്റെ അടുത്ത് എത്താം, രണ്ട് കൂട്ടരുടെ അടുത്തും പോകാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അത്രേ പറയാനുള്ളൂ. അതില് വൺ സൈഡഡ് ആണെങ്കിലും നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഡെഫിനറ്റ്ലി നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അല്ല, എല്ലാ കാലത്തും എല്ലാ ജനങ്ങളെയും എല്ലാവർക്കും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. ഡെഫിനറ്റ്ലി. അപ്പോൾ എന്താണെങ്കിലും ഇനി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുന്നവരെ ഞാൻ ഷിഹാബിനോട് കോൺടാക്ട് ചെയ്യണം. ഓക്കെ, തീർച്ചയായും. ഓക്കെ, ബൈ.